ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിടുന്ന വീഡിയോ പുനലൂർ തൂക്കുപാലത്തെക്കുറിച്ചാണ്. കൊല്ലം ജില്ലയിലെ ചരിത്ര പ്രസിദ്ധ പാലമാണ് പുനലൂർ തൂക്കുപാലം. ഇത് 1877 നിർമ്മിക്കപ്പെട്ടത്. 1877 ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് നിർമ്മിച്ച ഈ പാലത്തിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചത് ആൽബർട്ട് ഹെൻറിയാണ്. കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലമായി ഇതിനെ അറിയപ്പെടുന്നു. കല്ലട ആറിൻ്റെ കുറുകെയാണ് ഈ പാലം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പാലത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നടുവിൽ തൂണുകളില്ല, ഇരുവശത്തും ശക്തമായ ഇരുമ്പ് കേബിളുകളിലാണ് ഈ പാലം തൂങ്ങിക്കിടക്കുന്നത്. പണ്ട് കാലത്ത് തിരുവിതാംകൂറിനെയും തമിഴ്നാട്ടിനെയും അതിലെ ആ പ്രദേശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായിരുന്നു ഈ പാലം. ആളുകൾക്ക്, കാളവണ്ടികൾക്ക്, കുതിരവണ്ടികൾക്കൊക്കെ സുരക്ഷിതമായി പോകുവാൻ ഈ പാലം വലിയ സഹായമായിരുന്നു. എന്ന് വെച്ചാൽ വന്യമൃഗങ്ങളിൽ നിന്നുള്ളതായ ഒരു പ്രയാസങ്ങളൊന്നും വരാതെ വണ്ണം അതിന് ഏറ്റവും നല്ലതായിരുന്നു ഈ പാലം. ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതുകൊണ്ട് വന്യമൃഗങ്ങൾക്കൊന്നും ഇതിൽ കയറുവാൻ ഭയമായിരുന്നു. ഇന്ന് വാഹന ഗതാഗതമായിട്ട് ഉപയോഗിക്കുന്നില്ല. ഇത് പരമായിട്ട് ചരിത്ര സ്മാരകമായിട്ടും വിനോദസഞ്ചാര ആകർഷണമായും സംരക്ഷിക്കപ്പെടുന്നു. ഈ പാലം ഇന്ന് പുനലൂരിൻ്റെ അഭിമാനമാണ്. പുനലൂർ നഗരത്തിൻ്റെ പ്രധാന അടയാളങ്ങളിലൊന്നാണ് ഈ പാലം. ഇതെല്ലാം ഇപ്പോൾ ഇത് മഴയെല്ലാം പെയ്തിപ്പോൾ ഇത് നനഞ്ഞു കിടക്കുന്ന ഒരിതാണ്. ഇതെല്ലാം പലക പോലുള്ള ഇതാണ് അടിച്ച് എല്ലാം വെച്ചിരിക്കുന്നത്. അതെല്ലാം അടുപ്പിച്ച് അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് പുനലൂർ നഗരത്തിൻ്റെതായ പ്രധാന അടയാളങ്ങളിലൊന്നാണ് ഈ പാലം, അതായത് പുനലൂർ തൂക്കുപാലം. പാലത്തിൻ്റെ നീളം ഏകദേശം 122 മീറ്ററാണ്. ഈ പാലം നിർമ്മിച്ചപ്പോൾ അതിൻ്റെ ഉറപ്പും സുരക്ഷയും പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരാനയെ പാലത്തിലൂടെ നടത്തിച്ചുവെന്നാണ് പ്രചരിക്കുന്ന കഥ. ഇത് കല്ലടയാറാണ്. ഈ കല്ലടയാറിൻ്റെതായ സൗന്ദര്യവും ഒക്കെ നമുക്ക് ഈ പാലത്തിൽ നിന്ന് ആസ്വദിക്കാൻ കഴിയും. ആ കാണുന്നത് റെയിൽവേ പാളമാണ്. അതും നമുക്കിവിടെ നിന്നാൽ തന്നെ കാണാൻ കഴിയും. പിന്നെ കാലം മാറിയതോടെ പുതിയ പാലം വന്നെങ്കിലും പുനലൂർ തൂക്കുപാലം ചരിത്ര സ്മാരകമായി സംരക്ഷിക്കപ്പെട്ടു. കല്ലടയാറിൻ്റെതായ മനോഹര ദൃശ്യങ്ങൾ, പാലത്തിൻ്റെ പഴമയും ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഈ സ്ഥലം പുനലൂരിൻ്റെ അഭിമാന ചിഹ്നമാണ്. 149 വർഷത്തിന് ശേഷവും തല ഉയർത്തി നിൽക്കുന്ന പുനലൂർ തൂക്കുപാലം കേരളത്തിൻ്റെ പൈതൃകത്തിൻ്റെയും പഴയകാല എൻജിനീയറിംഗ് മികവിൻ്റെയും ജീവിക്കുന്ന സാക്ഷ്യമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പുനലൂർ തൂക്കുപാലം? ഇല്ല എങ്കിൽ ഇതൊന്ന് പോയി കാണണം കേട്ടോ. നല്ലൊരു വൈബാണ് നമുക്കവിടെ കിട്ടുക. കേരളത്തിൻ്റെ പൈതൃക സമ്പത്തും പുനലൂരിൻ്റെതായ ഹൃദയമിടിപ്പും മിസ് ചെയ്യരുത് ഗൈസ്. ഇത് ഇവിടെ ചെന്ന് കഴിഞ്ഞ് ഇവിടെ ഫോട്ടോഷൂട്ടിങ്ങിനായിട്ട് ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. ഇവിടെ ഫോട്ടോയൊക്കെ എടുക്കാൻ. ഇതിലിപ്പോൾ വാഹന ഗതാഗതം ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഇതിലെപ്പോൾ ആളുകൾ നടക്കാറുണ്ട്. എന്നാലും ഇതിപ്പോൾ പുതുക്കി പണിതതിന് ശേഷമാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ അങ്ങനെ കയറ്റിവിടത്തൊന്നുമില്ലായിരുന്നു. ഇതാണ് നമ്മുടെ പുനലൂർ തൂക്കുപാലം. ഓക്കെ ബൈ ഗൈസ്. ഓക്കെ ബൈ.